നിന്റെ ദൈവം ആരാ? ഒരു റാപ്പും DJ ഒന്നും അല്ലായിരുന്നോ? ലൈറ്റും സെറ്റപ്പും കണ്ടപ്പോൾ ഞാൻ കരുതി യഹോവ ആരാ? യഹോവ ഗെറ്റ് എക്സ്പോസ്ഡ്. എന്നത് യഹോവ ഗെറ്റ് എക്സ്പോസ്ഡാ? അപ്പൊ ഇന്നേക്ക് ഫുള്ള് തെരിയുമാ? ഇന്ന് മൊത്തം യഹോവ ആരാണെന്ന് വെളിപ്പെടുത്താൻ പോവാണോ? കുറെ നാളത്തെ എന്റെ സംശയം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ദൈവത്തെ. യഹോവ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടതിന്റെ കാര്യമെന്താ? ഈ യഹോവ ആരാ? ആണ്ട കിടക്കുന്നു. ഇന്ന് നിന്നോടും പലരും ചോദിച്ചു കാണാം, നിന്റെ ശത്രു നിന്നോട് ചോദിച്ചു കാണാം, നിന്റെ രോഗം നിന്നോട് ചോദിച്ചു കാണാം, നിന്റെ മറുപടി കിട്ടാതെ കിടക്കുന്ന വിഷയങ്ങൾ നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാണ് നിന്റെ ദൈവം ആരാ? ഒരു ദൈവം, ഒരു പള്ളി, ഒരു പ്രാർത്ഥന, ഒരു ആരാധന. ഈ ദൈവം ആരാ? എവിടെ? ദൈവം നിന്നോട് പറയുക, ഞാൻ ആരെന്ന് ഇന്ന് നീ തിരിച്ചറിയുന്ന ദിവസമാ. അയ്യോ, ഇപ്പഴാ ചെവിതല കേട്ടത്. നിന്റെ ദൈവം ആരാ? ആഹാ, ഇപ്പൊ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ഒരു ദൈവം, ഒരു പള്ളി, ഒരു പ്രാർത്ഥന, ഒരു ആരാധന. ഈ ദൈവം ആരാ എന്ന് നിന്റെ വിശ്വാസത്തിനെതിരായിട്ട് പല ചോദ്യങ്ങൾ നീ നേരിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇപ്രകാരം പുറപ്പാട് 7:5 അങ്ങനെ ഞാൻ എന്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് വിടുവിപ്പിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് മിസ്രയീം അറിയോ? നീ പലപ്പോഴും ചോദിച്ചു, കർത്താവേ എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ? നീ എവിടെ? ദൈവം നിന്നോട് പറയുക, ഞാൻ ആരെന്ന് ഇന്ന് നീ തിരിച്ചറിയുന്ന ദിവസം. അല്ല പ്രഘോഷേ, ഇപ്പോഴും യഹോവ ആരാണെന്ന് താങ്കൾ പറഞ്ഞില്ല. താങ്കൾ ഒരു ദൈവവചനം ഉദ്ധരിക്കുകയും കൈ നീട്ടി പിടിച്ചപ്പോൾ നിങ്ങൾ അറിയുമെന്നും ഈ ദിവസം നിങ്ങൾ അറിയുമെന്നും പറഞ്ഞു. പക്ഷേ യഹോവ ആരാണെന്ന് താങ്കൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ഇസ്രായേലിലെ കാനാൻ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ദേവതകൾ യഹോവ, ബാൽ, ഏൽ, അശേറ മുതലായ ദേവതകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദൈവ വിശ്വാസത്തിലോട്ട് വന്നപ്പം യഹോവ പ്രധാന ദൈവമായിട്ട് ഉയർന്നു വന്നു. പുരാവസ്തുപരമായി ലഭിച്ച തെളിവുകളിലും ചില ചരിത്ര രേഖകളിലും ശിലയിൽ ആലേഖനം ചെയ്യപ്പെട്ട് ലഭിച്ച ചിത്രങ്ങളിലും, പ്രത്യേകിച്ച് ഈജിപ്തിലെ സീനായ് പ്രദേശത്ത് നിന്ന് ലഭിച്ച കുന്തിലത്ത് അജ്റൂദ്, അതാണ് അവിടുത്തെ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്, അവിടെ നിന്ന് ലഭിച്ച ശിലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ചില ശിലാചിത്രങ്ങളിൽ യഹോവ ആൻഡ് ഹിസ് അഷേറ എന്ന് പറയുന്നു. അതായത് യഹോവയുടെ അഷേറ. ഈ അഷേറ എന്ന് പറഞ്ഞാൽ ഒരു ദേവിയാണെന്നും അത് യഹോവയുടെ പങ്കാളിയാണെന്നും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. എന്നാൽ അത് ഒരു വിശുദ്ധ വൃക്ഷമാണെന്നും ഒരു ആരാധനാ ചിഹ്നമാണെന്നും മറ്റ് ചില ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നു. ഇവിടെ രണ്ടുപേർക്കും ശരിയായ വാദഗതി എന്തെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നു, യഹോവ അശേറയുടെ ആരാണ് എന്നുള്ള ചരിത്രപരമായ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ബൈബിൾ തുറന്നു നോക്കുന്നതിനോടൊപ്പം തന്നെ ചരിത്രപരമായ ഒരു അലമാരയും പൂട്ടിക്കിടപ്പുണ്ട്. അതും ഒന്ന് തുറന്ന് ഗ്രന്ഥങ്ങളോട് ഒന്ന് എടുത്തു വായി വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാണ്.